നമസ്കാരം. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. ഈ ശിവരാത്രി നാളിൽ നമുക്ക് ശിവഭഗവാന് ഏറെ പ്രിയങ്കരമായ എരിക്കുപൂ വെച്ച് ഒരു മാല ചാർത്തിയാലോ? ശിവപ്രീതിദായകമായ പുഷ്പങ്ങളിൽ കൂവളത്തില പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് എരിക്കുംപൂവ്. പൂജകൾക്കും ഹോമത്തിനും മറ്റും എരിക്കിൻ്റെ കമ്പുകൾ ഉപയോഗിക്കാറുണ്ട്. വെള്ള എരിക്കിൽ ഗണപതി സാന്നിധ്യമുണ്ടെന്ന് വിശ്വാസം. എരിക്കിൻ ചെടിയുടെ വേരും തടിയുമൊക്കെ ഉപയോഗിച്ച് ഗണപതി വിഗ്രഹം തയ്യാറാക്കി പൂജാമുറിയിൽ വെച്ചാൽ ജീവിത പ്രതിസന്ധികൾ അകലുമെന്നാണ് വിശ്വാസങ്ങൾ. തടസ്സങ്ങളില്ലാതാക്കി ജീവിത നേട്ടങ്ങൾ കൈവരിക്കുവാൻ എരിക്കിൻ പൂക്കൾ സഹായിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അതിനാൽ തന്നെ ഗണപതി പൂജയ്ക്കും ശിവപ്രീതിക്കും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു പൂജാപുഷ്പമാണ് എരിക്കുംപൂവ്. പർപ്പിൾ കലർന്ന നീല നിറത്തോടു കൂടിയ നീല എരുക്കും അതുപോലെ തന്നെ വെള്ള നിറത്തിലുള്ള വെള്ളെരുക്കുമാണ് പ്രധാനമായും കാണപ്പെടുന്ന എരിക്കിൻ്റെ ഇനങ്ങൾ. പാലാഴി മഥന സമയത്ത് പുറത്തു വന്ന കാളകൂട വിഷം പരമശിവൻ കയ്യിലെടുത്ത് കുടിക്കുവാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്നും ചില തുള്ളികൾ എരിക്കിൻ പൂവിന്മേൽ വീണു എന്നും അങ്ങനെ വെള്ള നിറത്തിലുള്ള എരിക്ക് നീല നിറത്തിലായി എന്നും നീല എരുക്കുണ്ടായി എന്നുമാണ് ഒരു ഐതിഹ്യം പറയുന്നത്. വെള്ള എരുക്കിനാണ് ശ്രേഷ്ഠത കൂടുതൽ. കാഴ്ചയിൽ നക്ഷത്രത്തിൻ്റെ ആകൃതിയാണ്. അതുപോലെ തന്നെ കിരീടത്തിൻ്റെ ആകൃതി തോന്നിക്കുന്നതിനാൽ ക്രൗൺ ഫ്ലവർ എന്നും ഇത് അറിയപ്പെടാറുണ്ട്. ഞാനിവിടെ വെള്ള എരുക്കും നീല എരുക്കും ചേർത്ത് 3 ലെയറിലുള്ള ഒരു മാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് എരുക്ക് പൂക്കൾ ശേഖരിക്കുവാൻ പോവുകയാണ്. ഇതാണ് എരുക്ക് ചെടി. ഞാനിവിടെ അമ്പലത്തിലിരുന്ന് തന്നെയാണ് പൂമാല കെട്ടാൻ പോകുന്നത്. ഇത് അമ്പലത്തിൻ്റെ സൈഡിൽ നിൽക്കുന്ന എരുക്ക് ചെടിയാണ്. എരുക്ക് ചെടി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാണ് എരുക്കിൻ്റെ ഇല. ഒരു ഞെട്ടിൽ തന്നെ ധാരാളം പൂക്കളുമായിട്ടാണ് നമ്മുടെ എരുക്ക് കാണപ്പെടുന്നത്. മാല കെട്ടുവാൻ ആവശ്യമുള്ള അത്രയും എരുക്ക് പൂക്കൾ ഞാൻ ഇതിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ട്. ഇനി ഈ മാല കെട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന അത്രയും എരുക്ക് പൂക്കൾ വെള്ളത്തിലൊലച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. എരുക്ക് പൂക്കളിൽ കാണപ്പെടുന്ന പാൽക്കറ കളയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൂക്കൾ കഴുകുന്നത്. എന്നിട്ട് ഇതിൻ്റെ പിൻഭാഗത്തുള്ള ഇതുപോലത്തെ ഞെടുപ്പ് നമ്മൾ ഇതുപോലെ അടർത്തി മാറ്റണം. അല്ല എങ്കിൽ നമുക്ക് പൂമാല കെട്ടുവാൻ പ്രയാസമായിട്ട് തോന്നും. അതുകൊണ്ട് ഈ ഞെടുപ്പ് നമ്മൾ അടർത്തി മാറ്റുന്നു. ഇങ്ങനെ എല്ലാ ഞെടുപ്പും ഞാൻ അടർത്തി മാറ്റിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് വെള്ള എരുക്ക് നീല എരുക്കിനേക്കാളും കുറവായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് വെള്ള എരുക്ക്, അതുപോലെ ഇതാണ് നീല എരുക്ക്. നമ്മൾ 3 ലെയറുള്ള എരുക്ക് പൂമാലയാണ് കെട്ടുന്നത്. അതിനായിട്ട് ഞാനിവിടെ 3 സൂചിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ചെറിയ സൂചിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വലിയ സൂചി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഈ 3 സൂചിയിലും ഒരേ നീളത്തിൽ നൂല് കോർത്തിട്ടുണ്ട്. എന്നിട്ട് ആ 3 നൂലും കൂടെ ഒരുമിച്ച് ചേർത്ത് ആ 3 നൂലിൻ്റെയും കൂടെ അറ്റം നമ്മൾ ഒരുമിച്ച് ഇവിടെ കെട്ടി കൊടുക്കുകയാണ്. കെട്ടുന്ന സമയത്ത് നൂല് ഒരുമിച്ച് കെട്ടുന്നുവെങ്കിലും കെട്ടിയതിന് ശേഷം 3 നൂലും നമ്മൾ അകത്തി വെച്ചതിന് ശേഷമാണ് ഇവിടെ മാല കെട്ടാൻ തുടങ്ങുന്നത്. അപ്പോൾ 3 സൂചി എൻ്റെ കയ്യിലുണ്ട്. എന്നാലും ഞാൻ 3 നൂലും അകത്തിയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം നീല എരുക്ക് പൂ എടുത്തിട്ട് ഇതുപോലെ തല തിരിച്ച് സൂചിയിലേക്ക് ചേർന്നിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു എരുക്ക് പൂ ഇതുപോലെ ഒന്ന് ഏത് ദിശയിലാണോ അതിൻ്റെ മറുദിശയിലേക്കായിട്ട് മറ്റേ എരുക്ക് പൂവും കൂടെ ഞാനിതുപോലെ കോർത്ത് വെക്കുന്നു. വീണ്ടും നമ്മൾ അതിന് എതിർ ദിശയിലായിട്ട് മറ്റൊരു എരുക്ക് പൂ വെക്കുന്നു, അത് കോർത്തെടുക്കുന്നു. എന്നിട്ട് അതിന് ഓപ്പോസിറ്റ് ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന രീതിക്ക് മറ്റൊരു എരുക്ക് പൂ വെക്കുന്നു. അപ്പോൾ ഈ ഒരു ഡിസൈനായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ചെയ്യുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ച് എരുക്ക് പൂക്കൾ വെക്കുന്നു. ഈ കോർത്തെടുത്തിട്ടുള്ള എരുക്ക് പൂക്കൾ അത്രയും തന്നെ ഞാൻ നൂലിൻ്റെ അഗ്രഭാഗത്തേക്ക് എത്തിക്കുകയാണ്. ഇങ്ങനെ വലിച്ചെടുത്താൽ മതിയാവും. നൂലിൻ്റെ അറ്റം വരെ എത്തിക്കുക. എന്നിട്ട് ഇനി നമുക്ക് 2 സൂചിയിലും കൂടെ ഇതുപോലെ പൂക്കൾ കോർക്കുവാനുണ്ട്. ഞാൻ ഇതേപോലെ തന്നെ മറ്റു 2 സൂചികളിലുമായിട്ട് ഇതുപോലെ എരുക്ക് പൂക്കൾ കോർക്കുന്നു. ആദ്യം ഒന്ന് തല കിഴക്കലായിട്ടാണ് ഞാൻ കോർത്തെടുക്കുന്നത്. പിന്നെ മറ്റേത് നേരെയായിട്ടുള്ള രീതിക്ക് കോർത്തെടുക്കുന്നു. ഇങ്ങനെ 6 പൂക്കൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ ആ ഒരു ലെയർ ചെയ്യുന്നത്. ആദ്യത്തെ ലെയർ എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു സൂചിയിൽ അതുപോലെ, അടുത്ത സൂചിയിലും അതുപോലെ, മൂന്നാമത്തെ സൂചിയിലും ഒരേ രീതിക്ക് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്.
നീല എരുക്കപ്പൂ ഞാനിതുപോലെ കോർത്തതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ വെള്ള എരുക്കിൻ്റെ പൂവാണ് കോർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതും ഇതുപോലെ തന്നെ ആദ്യം ഒരെണ്ണം തലകിഴുക്കാനായിട്ട് ഞാൻ കോർത്തെടുക്കുന്നു. എന്നിട്ട് ആ ഇതളുകൾ അടുത്തടുത്ത് വരുന്ന രീതിക്ക് അതിനോട് ഓപ്പോസിറ്റായിട്ട് മറ്റൊന്ന് വെച്ചിരിക്കുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു 6 പൂക്കൾ ഒരു സ്ട്രിങ്ങിൽ ഞാൻ ഇവിടെ കോർത്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ 3 നൂലുകളിലും ഒരേ അളവിൽ വരുന്ന രീതിക്ക് വേണം നമ്മൾ എരുക്കപ്പൂ കോർത്തെടുക്കുവാനായിട്ട്. ഞാനിവിടെ 6 വീതമാണ് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് എത്രയാണ് പൂവിൻ്റെ അവൈലബിലിറ്റി അതനുസരിച്ച് നമുക്ക് എണ്ണം മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ 3 നൂലുകളും വ്യത്യസ്തമായിട്ട് വെച്ചിട്ടാണ് ഇത് കോർത്തെടുക്കുന്നത്. ഇത് കോർത്തെടുക്കുന്നതിനിടയിൽ എരുക്ക് ചെടിയുടെ ചില ഔഷധ ഗുണങ്ങൾ കൂടി പറയാം. എരുക്ക് ചെടിയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. വേദനയുള്ള ഭാഗങ്ങളിൽ ഇലകൾ ചൂടാക്കി അമർത്തി പിടിച്ചാൽ ആശ്വാസം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. കഠിന വേനൽക്കാലത്തും എരുക്കൻ ചെടികൾ ഒരു വാട്ടവും തട്ടാതെ നിൽക്കുന്നത് കാണപ്പെടാറുണ്ട്. അതുപോലെ എരുക്കൻ പൂവിലും ഇലകളിലും കായ്കളിലും പൊടി പിടിക്കില്ല എന്ന് പറയുന്നു. പൊടിയെ തടുക്കുവാൻ ഇതിന് കഴിവുണ്ടത്രേ. അലർജി കൊണ്ടുള്ള തുമ്മൽ രോഗങ്ങൾക്കും പ്രതിവിധിയായിട്ട് എരുക്ക് ഉപയോഗിക്കാറുണ്ട്. ശ്വാസകോശത്തിൻ്റെ ആകൃതിയിലാണ് ഇതിൻ്റെ കാകൾ കാണപ്പെടുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതുപോലെ ഉപ്പൂറ്റി വേദന മാറുവാൻ സഹായകമാണ്. അതുപോലെ തന്നെ നടുവേദനയുള്ളവർ എരുക്കിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കുന്നത് നല്ലതാണെന്ന് പറയപ്പെടുന്നു. എരുക്കിൻ്റെ ഗന്ധം പാമ്പുകൾക്കിഷ്ടമല്ല. അതിനാൽ പാമ്പിനെ തുരത്തുവാനും ഇവ ഉപയോഗിച്ചു പോരുന്നു. ഇനി നമ്മുടെ എരുക്കുംപൂമാലയുടെ കാര്യത്തിലേക്ക് വരാം. ഞാൻ ഈ എരുക്കുംപൂമാലയുടെ നൂലുകൾ 3 സൈഡിലേക്ക് ആയിട്ട് തിരിച്ചു വെച്ചിട്ടാണ് ഇത് കോർക്കുന്നത്. അങ്ങനെ കോർക്കുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ കോർത്തെടുക്കാൻ സാധിക്കും. ആദ്യം തന്നെ ഒരു നൂലിൽ എനിക്ക് വേണ്ടത്ര നീലപ്പൂക്കൾ ഞാൻ കോർത്തെടുത്തു. അതുപോലെ തന്നെ മറ്റ് 2 നൂലുകളിലും ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വെള്ള ഞാൻ അളന്നിട്ട് വെള്ള എരുക്കിൻ്റെ പൂക്കളും ഇതുപോലെ കോർത്തെടുത്തു. അത് ഒരേപോലെ തന്നെ 3 എണ്ണത്തിലും ഞാൻ കോർത്തെടുത്തു. പിന്നാലെയായിട്ട് ഞാൻ വീണ്ടും നീല ഇതുപോലെ തന്നെ കോർത്തെടുത്തു. എല്ലാത്തിലും ഒരേ അളവിൽ തന്നെയാണ് ഞാനിപ്പോൾ കോർത്തെടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഡിസൈനെ കുറിച്ച് ഇനി എടുത്തു പറയേണ്ടതില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ വെച്ചിട്ടാണ് ഈ മാല കോർത്തെടുക്കുന്നത്. ശിവരാത്രിക്ക് ശിവഭഗവാനെ ചാർത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാനതിപ്പോൾ കോർത്തെടുക്കുന്നത്. ഇത് കോർത്തിട്ട് വെള്ളം തെളിച്ച് വെക്കുകയാണ്. നാളെയാണ് ഇതെടുത്ത് ചാർത്തുന്നത്. ഇവിടെ അമ്പലത്തിൽ ഇത് ഞാൻ ഏൽപ്പിക്കുകയാണ്. എൻ്റെ എരുക്കുപൂമാല ഏകദേശം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞുവല്ലോ, നീല എരുക്കിൻ്റെ പൂക്കളെക്കാളും കുറവായിരുന്നു വെള്ള എരുക്കിൻ്റെ പൂക്കൾ. അതുകൊണ്ട് നീല എരുക്ക് പൂക്കൾ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ പൂക്കളുടെ ഒരറ്റം കെട്ടിവെച്ചു. എന്നിട്ട് അതിൽ ബാക്കി 3 നൂലുകൾ വീണ്ടും ഞാൻ ഒന്നും കൂടെ കെട്ടി പിടിപ്പിച്ചു. എന്നിട്ട് ആദ്യം ഒരു എരുക്കുപൂ ഇതുപോലെ വെച്ചു, കോർത്തെടുത്തു. എന്നിട്ട് മറ്റു 3 സൂചികൾ നേരത്തെ ആവർത്തിച്ചതുപോലെ തന്നെ ഞാൻ വീണ്ടും ഇതുപോലെ കെട്ടിയെടുക്കുകയാണ്. ഇപ്രാവശ്യം ഞാൻ നീലപ്പൂക്കൾ കൂടുതലായിട്ടും വെള്ള എരുക്കിൻ്റെ പൂക്കൾ 1-2 വീതമാണ് എടുത്ത് കോർക്കുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എരുക്കും പൂക്കൾ 2ആയിട്ട് ഭാഗിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഈ ഭാഗം ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറുഭാഗത്തും ഞാൻ ഇതേപോലെ ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ മാലയ്ക്ക് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ആദ്യം തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഇത്ര എണ്ണം വീതം ഞാൻ തയ്യാറാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ ചെയ്യുന്നവർ ഞാൻ ആദ്യം കാണിച്ചു തന്ന രീതിക്ക് തന്നെ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ മാല 2 സൈഡിലും ഒരു ഭംഗി വരാത്ത രീതിക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇതേപോലെ തന്നെ ഞാൻ മറു സൈഡിലും നൂല് എക്സ്ട്രാ എടുത്ത് കോർത്ത് 3 നൂലുകൾ വിഭജിച്ച് വെച്ചിട്ട് അതിലേക്കും ഇതുപോലെ തന്നെ സെയിം ഡിസൈൻ കൊടുത്ത് മാല കെട്ടുകയാണ്. ഇതാണ് ഞാനിപ്പോൾ പുതിയതായിട്ട് കോർത്തെടുത്ത ഡിസൈന്. ഇതിൽ വെള്ള എരുക്ക് കുറവായിരുന്നു. ഇപ്പോൾ എൻ്റെ മാല പൂർത്തിയായിട്ടുണ്ട്. ഞാൻ 2 വശവും ഒരേപോലെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ മാലയുടെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ശിവരാത്രി ദിനത്തിൽ നിങ്ങളും ഇതുപോലെ എരുക്കുപൂ ശേഖരിച്ച് മാല തയ്യാറാക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ.
പൂക്കളുടെ ലഭ്യത അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ലെയറുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇപ്പം ഞാൻ 3 സൂചി ഉപയോഗിച്ചു, നിങ്ങൾക്ക് 4 5 സൂചി ഉപയോഗിക്കാം. അതനുസരിച്ച് കട്ടിക്കുള്ള മാല നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു ലെയറിൻ്റെ മാലയാണെങ്കിലും മതി. എരിക്കുംപൂ മാല ശിവരാത്രി ദിനത്തിൽ ഭഗവാന് ചാർത്തുക എന്നുള്ളത് അത്യധികം പുണ്യമുള്ള ഒന്നാണ്. അത്രയ്ക്കും ശ്രേഷ്ഠകരമായിട്ടുള്ളൊരു പുഷ്പമാണ് എരിക്കുംപൂവ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. നിങ്ങളുടെ പ്രദേശത്ത് ഇതുപോലെ എരിക്കുംപൂവിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇവിടെ പങ്കുവയ്ക്കുമല്ലോ. പുതിയ അറിവുകൾ പങ്കുവയ്ക്കാനുള്ള വേദിയായിട്ട് ഇത് മാറട്ടെ. എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാർക്കെങ്കിലും ഉപകരിക്കുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏവർക്കും നന്ദി.